ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെറുപ്പിക്കാനൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നെ അതിശയിപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതും ഞാൻ ഒരു വലിയ മഹാനായ അല്ലെങ്കിൽ വലിയൊരു ഇൻഫ്ലുവൻസറാണെന്നുള്ള ഇതൊന്നും എനിക്കേ ഇല്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു വീഡിയോ എങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാർ നിരവധിയാണ്, അനവധിയാണ്. അത് ചോദിച്ചവർക്കറിയാം. അവരോടെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി അറിയിക്കുന്നു. നമ്മളൊരു നിമിഷം കാണാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം കാണാതായി കഴിഞ്ഞാൽ മറന്നു പോകുന്നവരാണ് കൂടുതലും. പക്ഷേ അങ്ങനെ മറക്കാത്തവരുണ്ട്. അല്ലെങ്കിൽ എവിടെയാണ്, സുഖമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തുണ്ടെങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും പറയണമെന്നൊക്കെ പറയുന്ന കുറേ അധികം ആൾക്കാർ എൻ്റെ ചുറ്റും എൻ്റെ മണ്ഡലത്തിലുണ്ട് എന്നുള്ള കാര്യം വളരെയധികം സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എന്നുള്ള കാര്യം, അത് ചെറിയൊരു യാത്ര തന്നെ, ജീവിതത്തിൻ്റെ ഒരു യാത്രയിൽ തന്നെ ആയിരുന്നു. ആ ജീവിതത്തിൻ്റെ യാത്രയിൽ തന്നെ എനിക്ക് പല മുഖങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു നിർണായകമായിട്ടൊരു യാത്രയായിരുന്നു. അപ്പം അതും ഒരു അനുഭവമായിട്ട് ഏറ്റെടുക്കുന്നു. അതും ഒരു ജീവിതത്തിൻ്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് മാത്രം കണ്ടുകൊണ്ട് വളരെ സന്തോഷകരമായിരുന്നു ഇത്രയും ദിവസവും. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറി നിന്നത്. അതൊരു തിരിച്ചറിവും കൂടെ ആയിരുന്നു. സോ ഇതല്ല നിങ്ങൾ അറിയേണ്ട കാര്യം. അപ്പം ഇതൊരു തുടക്കം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ, നമ്മളൊരു റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നു എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ചുള്ള വീഡിയോ തന്നെയാണ്. ഒരുപാട് വിഷയങ്ങൾ നടന്നു. പഹൽഗാമിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ അതിന് ശേഷമുള്ള ഒരുപാട് പേരുടെ അതിനെക്കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ, ഏറിൽ പോക്ക്, അഖിൽ മാരാർ, സായി, പിന്നെ എന്താ പറയുക, ഒരുപാട് വിഷയങ്ങൾ, ഒത്തിരി രേണുസുതി, ഇങ്ങനെ കുറേ അധികം വിഷയങ്ങൾ നടന്നു. അപ്പം എല്ലാം നമ്മൾ കാണുന്നുണ്ട്. കണ്ടിട്ട് സംസാരിക്കാനുള്ളൊരു താല്പര്യം തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ എല്ലാം ശക്തമായ രീതിയിൽ എങ്ങനെ ആയിരുന്നു അതോ അതിൻ്റെ അപ്പുറത്തേക്കോ ഉള്ള രീതിയിൽ സംസാരിക്കും. അതിന് ഒരു സംശയമില്ല. കുറേ അധികം കാര്യങ്ങൾ, എനിക്ക് വിയോജിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്ന ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാനത് പറയും. പക്ഷേ എന്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ ഒരു വീഡിയോ അത് എലിസബത്തിൻ്റെതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെന്തോ കോയിൻസിഡൻസ് ആണെന്നോ എന്തുവാണെങ്കിലും പറയാം. പക്ഷേ എങ്കിലും ആ കുട്ടിയുടെ അതിന് ശേഷം വന്ന കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രസ്തുത അണ്ണാച്ചിയുടെ ഒരു ഇരവാദ വീഡിയോയും കൂടെ ഞാൻ കണ്ടായിരുന്നു. അണ്ണാച്ചിയുടെ ഇരവാദ വീഡിയോയ്ക്കകത്ത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഈ പുള്ളിക്കാരനെ അങ്ങോട്ട് ഭയങ്കര പുള്ളി ഇമോഷണലി സംസാരിക്കുന്നതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് കരഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നുള്ളത്. പണ്ട് പാപ്പുവിൻ്റെ വീഡിയോയിൽ ഇതുപോലെ തന്നെ പാപ്പുവിനെ കുറിച്ച്, പാപ്പു ഓളെ എൻ്റെ അമ്മയുടെ മെഴ്സി, എൻ്റെ അമ്മൂമ്മയുടെ മെഴ്സി എന്നൊക്കെ പറഞ്ഞല്ലോ മോളെ, അതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ വീണ്ടും കരഞ്ഞു വിളിച്ചുകൊണ്ട് വന്നു അണ്ണാച്ചിയുടെ ഇരവാദം എന്ന് വെച്ചാൽ വേറെ ലെവൽ. അണ്ണാച്ചിയുടെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. പക്ഷേ അണ്ണാച്ചി പറഞ്ഞത് ഞാൻ കേട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ മറുപടി ബദൽ സൊല്ല്. ഇത് ഒരു നടക്കൊന്നും പോണ കേസല്ല. ഞാൻ കേൾക്കുവാണേ. നമസ്കാരം. എല്ലാവരും സുഖമാണോ? ഒന്ന് സുഖം. ഓക്കെ ഹാപ്പി ആയിരിക്കണം. തരുണത്തിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ എല്ലാവരും നന്നായിരിക്കണം. അല്ല, എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് അണ്ണാച്ചി പറയുന്നുണ്ട്. എല്ലാവരും നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അണ്ണാച്ചി ആദ്യം ഒന്ന് കെട്ടി. അത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. അത് കെട്ടി, അതിൽ നന്നായില്ല, അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാനാണ്. സോ പുള്ളിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. ആദ്യത്തെ ആ പെൺകുട്ടിയെ, ആ സ്ത്രീയെ നന്നാക്കാൻ ശ്രമിച്ചു, അവർ നന്നായിട്ടില്ല. രണ്ടാമത് അമൃതയെ കെട്ടി, അമൃതയെ നന്നാക്കാൻ നോക്കി. എത്രയോ വർഷം കൊടിയ പീഡനങ്ങൾ അണ്ണാച്ചി ഏറ്റുവാങ്ങി. അമൃതയല്ല, ആ അമൃതയും ആ പാപ്പുവും ആ പറഞ്ഞ അവരുടെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ പാവ അണ്ണാച്ചി എന്തെല്ലാം അവിടെ കുരുട്ടത്തനം അല്ലേ, അതൊക്കെ പണി നശിപ്പിക്കൊള്ള എല്ലാ ട്രൈ പണി. ഒന്നുമേ പാവ അണ്ണാച്ചി വീണ്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നു. അണ്ണാച്ചി വീട് വിട്ട് ഓടി വന്നു. അമൃതയുടെ പീഡനം കാരണം അണ്ണാച്ചി വീട് വിട്ട് ഓടി വന്നു. എന്നിട്ട് അണ്ണാച്ചി ഒരു ഇത് കൊണ്ട് കൊടുക്കുന്നു, പെറ്റീഷൻ കൊടുക്കുന്നു. അണ്ണാച്ചിക്ക് അമൃതയുടെ പീഡനം കാരണം പിന്നെ ജീവിക്കാൻ വയ്യ, അതുകൊണ്ട് അണ്ണാച്ചി ഓടിയിട്ടേ ഇരുന്നത്. ഒന്നാമത്തേന്ന് പാത്ത് രണ്ടാമത്തേതിലേക്ക് വന്ന് ഓക്കെ, അത് അങ്ങനെ ആ ഓട്ടം ഓടി. സോ അതിനുശേഷം അണ്ണാച്ചി എവിടെയോ പാവം ഒരു മനുഷ്യൻ അങ്ങനെ രക്ഷപ്പെട്ട്. അതിനുശേഷം മൂന്നാമത് അണ്ണാച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മൂന്നാമതൊരു പെണ്ണ് വീണ്ടും വന്ന്. അണ്ണാച്ചി അപ്പോഴും അറിയുന്നില്ല ഇവളുടെ ഉള്ളിലും വേറെ ചില ചിന്തകളൊക്കെയാണ്, ഇവളൊക്കെ പോലുള്ള സ്ത്രീകളൊക്കെയാണ് ഈ ലോകത്തിന് നശിപ്പിക്കുന്നതെന്ന് അണ്ണാച്ചിക്ക് അപ്പോഴും മനസ്സിലായി. അണ്ണാച്ചി മൂന്നാമതും വീണു അണ്ണാച്ചി. എന്നിട്ട് കുറേ നാൾ അവളുടെ കൂടൊപ്പം ജീവിച്ചു. അവളാണെങ്കിലോ ഒടുക്കത്തെ നാർസിസ്റ്റ്. അവളുടെ അടി തൊഴി ഇടി എല്ലാം അണ്ണാച്ചി നെഞ്ചേറ്റി വാങ്ങിയതിനിടയ്ക്ക് കരളിന് പണിയിട്ട്.
കാരണം അത്രമാത്രം ക്രൂരമായ പീഡനമാണല്ലോ അണ്ണാച്ചിക്ക് ആ എലിസബത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എലിസബത്ത് എന്തോ എലിസബത്തിൻ്റെ കല്ല് മനസ്സുകൊണ്ട് ആ പാവം മനുഷ്യനെ അർദ്ധരാത്രി അണ്ണാച്ചി ഉറങ്ങിക്കിടക്കുന്ന റൂമിലേക്കൊക്കെ കണ്ട സ്ത്രീകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അണ്ണാച്ചിയെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നറിയാമോ? അതുപോലെ തന്നെ അണ്ണാച്ചി ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്തൊക്കെ അണ്ണാച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണാച്ചിയെ ബലാത്കാരം ചെയ്യാനൊക്കെ ശ്രമിച്ചു. അണ്ണാച്ചിയെ റേപ്പ് വരെ ചെയ്യാൻ ശ്രമിച്ചു. അണ്ണാച്ചി ആരോടും അപ്പോഴും പറഞ്ഞില്ല, കരഞ്ഞു, ഉള്ളിൽ കരഞ്ഞ് ആ ഹൃദയം വരെ പൊട്ടാറായ സമയത്താണ് കരൾ പണി കിട്ടിയത്. ഓക്കെ, അങ്ങനെ കരളിലൊക്കെ പണി കിട്ടിയ സമയത്ത് അണ്ണാച്ചി എന്നിട്ടും കൊടിയ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എലിസബത്തുകാർ. അവസാനം എലിസബത്ത് ബൈ എന്ന് പറഞ്ഞിട്ട് അണ്ണാച്ചി അവിടെ നിന്നും ഓടി. ഒരുപാട് ദൂരം ഓടിയതിന് ശേഷം അണ്ണാച്ചിക്ക് അവസാനം വിശ്വാസം തോന്നിയ ഒരു പെണ്ണിനെ കിട്ടി. അങ്ങ് சொர்க்கத்தில் தான் இருக்கிறது. ഇപ്പം தொலைவடை, சவாள வடை, பஜ்ஜி வடை, அந்த வடையெல்லாம் உருட்டி சாப்பிட்டு அண்ணாச்சி சூப்பராக இருக்குது. அந்த பொம்பளைங்க மட்டும்தான் பிரச்சனை. ആര്? അമൃത, എലിസബത്ത്, അതിന് മുമ്പൊക്കെ ഉണ്ട്, എനിക്കറിയത്തില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാരണം അണ്ണാച്ചി പൊറുതി മുട്ടി. പാവം ഒരു ഇരയാടാ, സമൂഹത്തിന് നീതി കിട്ടാത്തൊരു ഇരയുണ്ടെങ്കിൽ അത് അണ്ണാച്ചി മാത്രമാണ്. ഓക്കെ, ബാക്കി അണ്ണാച്ചി പറയും. കണ്ടോ, ദ്രോഹം ചെയ്താലും നന്നായിരിക്കട്ടെ. പഞ്ചഭാവം പറയണേ. പറയാൻ വന്ന കാര്യം ബാക്ക് ടു ബാക്ക് ഇത്രയോ കേസുകൾ. ഈ സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് ഈ മനുഷ്യനെ അങ്ങോട്ട് പോയി ക്രൂരമായ പീഡനങ്ങൾ നടത്തിയതിന് ശേഷം ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു. എന്തൊരു ലോകമാണ് ഇത്, എന്തൊരു ലോകമാണ്! ഇതുപോലത്തെ പഞ്ചപാവ മനുഷ്യനിൽ നിന്ന് മൂക്കൊക്കെ വലിച്ചു വിടുന്നു. ആ വിഷമം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സ്ത്രീകളെ, നിങ്ങൾക്ക് നാണമില്ലേ? ഈ ഒരു പഞ്ചപാവം തനിത്തങ്കമായ ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഒരു ദിവസം നോ പ്രോബ്ലം. സ്റ്റേഷന് വന്നപ്പോൾ മാസ് അറ്റാക്ക് എന്നുള്ള കാര്യം പറഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ റിമൈൻഡ് ചെയ്യിപ്പിക്കാം. ബാക്ക്വേർഡ് എന്നുവെച്ചാൽ ബാക്ക്വേർഡ് അടിച്ച് പോയി നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കുറേയധികം മാധ്യമപ്പടകൾ എല്ലാവരുമായിട്ട് വന്നിട്ട് അണ്ണാച്ചി കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? 2 പേരുടെ പേരിൽ ജാമ്യമില്ലാത്ത കേസ്, നോൺ ബെയിലബിൾ ഒഫൻസ്. ഒരു യൂട്യൂബർ അല്ലാതെ പിന്നെ വേറെ ഒരു ജീവിതത്തിൽ കൂടെ കടന്ന് ഒക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് പറഞ്ഞ 2 പേര്, ഒന്ന് എലിസബത്ത്, ഒന്ന് ചെകുത്താൻ. 2 പേരുടെ പേരിൽ ആരൊക്കെയാണ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞത്? ആരാണ് ഈ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസൊക്കെ എടുത്തിട്ടാണോ അതോ ഈ അണ്ണാച്ചി പറഞ്ഞിട്ടാണോ ഈ കേരളത്തിനകത്തുള്ള പോലീസ് നോൺ ബെയിലബിൾ ഒഫൻസിന് കേസെടുക്കുന്നത്? അണ്ണാച്ചി കേസ് കൊടുത്ത് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു, അടുത്ത ദിവസം പൊക്കിയില്ല, ഇത്രയും ദിവസമായിട്ടും പൊക്കിയില്ല. എന്താ പൊക്കാത്തെ? അവർ വന്നു ഇപ്പോഴും പോകുന്നുണ്ടല്ലോ, ഇവിടെയൊക്കെ ഇവരെല്ലാവരും ഇവിടെ നടക്കുന്നുണ്ടല്ലോ. എന്ത് നോൺ ബെയിലബിൾ ഒഫൻസിൽ ഇട്ടിട്ട് കേസ് കൊടുക്കുന്നത്? അതായത് ഞാൻ ഇനി അഥവാ DGPയും മറ്റേ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിയും ഒക്കെ മാറിയോ? ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ മാറിയോ? അതോ അണ്ണാച്ചിയാണ് തീരുമാനിക്കുന്നത് ഇവനെ 2 നോൺ ബെയിലബിൾ ഒഫൻസ്, അവിടെ അവന് ബെയിലബിൾ ഒഫൻസ്, ഇവന് സ്റ്റേഷൻ ജാമ്യം, അവന് മറ്റേ സെൽഫ് ജാമ്യം എന്നൊക്കെ പറഞ്ഞ് ഇടുന്നതെല്ലാം അണ്ണാച്ചിയാണോ? എവിടെ കേസ്? എവിടെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ? അന്ന് ഇറങ്ങി വന്നപ്പോഴും പറഞ്ഞായിരുന്നു ഇവരെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. എന്നിട്ട് ഇപ്പോഴും അതേ പരിപാടിയിലേക്ക് വരുന്നു. കുറച്ച് മുമ്പ് പറഞ്ഞത് എല്ലാം ഈ എന്താ പറയുക, ഒരുപാട് അനുഭവിച്ചു, ബാക്ക് ടു ബാക്ക് കേസ്. എന്ത് കേസാണ്? ഒന്നിലധികം പെണ്ണുങ്ങളെ കെട്ടി അവരുടെ ജീവിതം നശിപ്പിച്ച് നാമാവശേഷമാക്കി അതിൻ്റെ പേരിൽ വന്ന കേസ്. അതങ്ങോട്ട് പറ. അല്ലാതെ പിന്നെ ഇവിടെ നിന്നിട്ട് സമൂഹത്തിൻ്റെ സാമൂഹ്യ സേവനം ചെയ്തിട്ടുള്ളതിൻ്റെ പേരിലാണോ താങ്കൾക്ക് കേസ് വന്നിട്ടുള്ളത്? ദണ്ഡി യാത്ര നടത്താൻ വേണ്ടിയിട്ട്, ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പോയിട്ടാണോ നിങ്ങൾക്ക് കേസ് വന്നിട്ടുള്ളത്? എന്തെങ്കിലും സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അതിൽ ഒരു അടയാളമെങ്കിലും പെടുത്തിയിട്ടാണോ താങ്കളുടെ പേരിൽ കേസ് വന്നത്? അല്ലല്ലോ. മാങ്ങാണ്ടി പറിച്ചതിന് പേരിൽ പോലല്ല കേസ് വന്നേക്കുന്നത്. കണ്ട ജീവിതങ്ങൾ നശിപ്പിച്ചതിനും തകർത്തതിൻ്റെ പേരിലാണ് കേസ് വന്നേക്കുന്നത്. അതൊരു തുടക്കം മാത്രമാണ് അണ്ണാച്ചി. ചിലപ്പോൾ ഇനി ഒരുപാട് വരും. ഓക്കെ, കാത്തിരി കാശിന് വേണ്ടി. 3-ാം തീയതി 4-ാം തീയതി ഒരു കാര്യം കണ്ടപ്പോൾ തകർന്നു പോയി. 3-ാം തീയതി 4-ാം തീയതി ഒരു കാര്യം കണ്ടപ്പോൾ തകർന്നു പോയി. എനിക്ക് തോന്നുന്നു 3-ാം തീയതി എന്ന് പറയുമ്പം
3-ാം തീയതി രാത്രി അവസാനിക്കുന്ന 12 മണി 11:59. അപ്പോഴേ 11:59, 12, 12:01. 12:01 ആയപ്പോഴേക്കും 4-ാം തീയതി. 3-ാം തീയതി 4-ാം തീയതി രാത്രി ഒരു കാര്യം, അല്ല ആ ഒരു എൻ്റെ കണക്കൂട്ടൽ പ്രകാരം ഇത് രാത്രി തന്നെയാണ്. 3-ാം തീയതി 4-ാം തീയതി ഒരു കാര്യമേ കണ്ടിട്ടുള്ളൂ. ഒന്നുകിൽ വാഴപ്പണയുടെ സൈഡിൽ കൂടെ അണ്ണാച്ചി പോയപ്പോൾ ആരോ പൊക്കിപ്പിടിച്ച് അപ്പിട്ടുകൊണ്ടിരുന്നത് എന്തോ കണ്ടു, അണ്ണാച്ചി പേടിച്ചു. അല്ല എങ്കിൽ അണ്ണാച്ചിയെ കാണിക്കാൻ വേണ്ടിയിട്ട് വല്ല സുമതി വളവിലോ മറ്റുള്ള എവിടെ കൂടെയെങ്കിലുമൊക്കെ പോയ സമയത്ത് അണ്ണാച്ചി ആരോ എന്തോ കാണിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അണ്ണാച്ചി സത്യം പറഞ്ഞത് എന്തോ കാര്യം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അത് എന്താണ് കാര്യം എന്നുള്ള കാര്യം നമുക്ക് കാണാം. പറയുമായിരിക്കും, പറയട്ടെ. അതായത് വേറൊരാളും കൂടെ കാശിന് വേണ്ടിയിട്ട് വന്നു എന്നുള്ള കാര്യമാണ്. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അത് എലിസബത്തിൻ്റെ പേരിലേക്കൊക്കെ വരാം, അതിന് മുമ്പ് വന്നിട്ടുള്ള അമൃതയുടെ പേരിലേക്കും വരാം. ഇനി കൂടുതൽ ആളുടെ പേരിൽ അമൃതയുടെ പാപ്പുവിൻ്റെ പേരിലാണോ, എലിസബത്തിൻ്റെ പേരിലാണെങ്കിലും അമൃതയുടെ പേരിലാണെങ്കിലും എന്ത് പേരിലാണെങ്കിലും താങ്കളുടെ പേരിൽ താങ്കൾ ഇവരെ ലൈഫിനെ നശിപ്പിച്ചതിൻ്റെ പേരിലുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അതിന് അവരാരും കേസ് കൊടുക്കണമെന്ന് പോലും ഇല്ല. നശിപ്പിച്ച ജീവിതങ്ങളുടെ പേരിൽ താങ്കൾ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചിട്ട് കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയും, വെപ്പാട്ടിയാക്കാനുള്ള ശ്രമം നടത്തി, പബ്ലിക്കിന്റെ മുമ്പിലേക്ക് മറ്റേ മാല കൊണ്ട് ഇട്ട് കൊടുത്തത്, ഇതെല്ലാം പബ്ലിക്കിൽ എവിഡൻ്റായിട്ട് കിടക്കുന്ന സമയത്ത് ഒരുപാട് സെലിബ്രിറ്റീസും ആ ഒരു കല്യാണത്തിന് വന്ന് പങ്കെടുത്തിട്ടും താങ്കൾ എന്താ പറഞ്ഞത്, കല്യാണം നാളെ നടത്തിക്കോളാം, നടത്താം, എനിക്കിപ്പോൾ ശിവനാണ്, ഞാൻ ശിവന്റെ മോനാണ്, ഞാൻ പരബ്രഹ്മ മൂർത്തിയാണ്, എന്തൊക്കെയൊക്കെ ആണല്ലോ പറഞ്ഞേക്കുന്നത്. അങ്ങനെ കല്യാണം ചില അസ്ട്രോളജിക്കൽ ഇഷ്യൂസ് കാരണം കല്യാണം മാറ്റിവെച്ച് കൊണ്ടുപോയി ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ച് നാമാവശേഷമാക്കി അവൾ വീണ്ടും വന്നു. അവൾ നിങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട സമയത്ത്, നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടെ നിന്നു. എന്നിട്ട് അവളെ ചണ്ടിയാക്കി എടുത്ത് പുറത്തെടുത്തെറിഞ്ഞിട്ടോ അണ്ണാച്ചി അവസാനം അവളെ വെപ്പാട്ടി. കാരണം ഇതെൻ്റെ സെക്കൻഡ് വൈഫ്, ദിസ് ഈസ് മൈ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞത് കോക്കിലയുമായിട്ടുള്ള കല്യാണത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്താണ്. അപ്പോൾ എവിടെയാണ് എലിസബത്തിൻ്റെ സ്പേസ്? എവിടെയാണ്? വേർ ഇസ് എ സ്പേസ്? എവിടെയാണ് ആ സ്ത്രീയുടെ സ്പേസ്? എവിടെയാണ് മിസ്റ്റർ? അതുകൊണ്ട് വലിയ നന്മ മരം കളിയൊന്നും വേണ്ട. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹാർട്ട് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ രോഗികൾക്കും ₹1 ഹാർട്ടിൻ്റെ ഉള്ളിൽ കാണിക്കയിടാറുണ്ട്. കണ്ണ് സർജറി ചെയ്യാനുള്ള ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കണ്ണിനുള്ളിൽ ഞാൻ ₹2 കാണിക്കയിടാറുണ്ട്. ഈ കാണിക്കയെല്ലാം കൂടെ തിരിച്ച് കിട്ടുന്ന ഒരു ദിവസം വറുമണ്ണാച്ചി. കത്തിരി വെയിറ്റ് ഫോർ യുവർ കർമ്മ, ഡെഫിനറ്റ്ലി വിൽ ഹിറ്റ് യു. അത് ഒരു സംശയം വേണ്ട. കാരണം കർമ്മയിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും. എനിക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ താല്പര്യം ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ വിശ്വസിക്കും. ബട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ വഴി കൂടെ തന്നെയാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്തത് ആ വഴി കൂടെ തന്നെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു പണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒന്നുമില്ലാതെ തെരുവിൽ നിന്ന് അവിടെ നിൽക്കാൻ ഇവിടെ നിൽക്കുന്ന ഈ പറഞ്ഞ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൂടെ കാണുമോ? ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞ വാക്കാണ്, അത് തെറ്റിക്കുന്നില്ല. അത് ഇനിയും ഉറച്ച ശബ്ദത്തോടുകൂടി പോവും, അതിനി എന്തൊക്കെ സംഭവിച്ചാൽ. പിന്നെ ഞാൻ ഇത്രയും ദിവസം എന്തായിരുന്നു എങ്ങനെയായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പറ്റുവാണെങ്കിൽ വ്ളോഗായിട്ടോ ഒക്കെ മറ്റൊരു ചാനലുണ്ടല്ലോ അതിനകത്ത് ഇടാം, ശ്രമിക്കാം. വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു ഇത്ര ദിവസം താല്പര്യമുണ്ടെങ്കിൽ മാത്രം മറ്റൊരു ചാനലിടാം. നിങ്ങൾ പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ എന്തായിരുന്നു, എവിടെയായിരുന്നു ഇത്ര നാളെ, എന്തായിരുന്നു പരിപാടി. അനുഭവങ്ങൾ ഒരുപാട് കിട്ടിയൊരു കുറച്ച് ദിവസങ്ങളാണ്. ഒരുപാടൊന്നും ആയിട്ടില്ല, വളരെ തുച്ഛമായ ദിവസമായിട്ടുള്ളൂ. പക്ഷേ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ പ്രഷ്യസ് ഫോർ മൈ ഗ്രേറ്റ് ലൈഫ്. അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കും പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയും മറ്റുള്ള എല്ലാ പരിപാടികളും കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒരു ചില കാര്യങ്ങൾ, യാത്രകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുക. അവിടെ കുറേയധികം കാര്യങ്ങൾ കാണാൻ കഴിയും. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ടീമിൻ്റെ ബൈ.